കേരളത്തിലെയാകെ ആ 13-കാരനായ കൗമാരക്കാരന് ആ പ്രിയപ്പെട്ട നിധിന് വിട നൽകുകയാണ്. കണ്ണീർ കടലായി മാറുകയാണ് ഇതിന്റെ വീട്. കുളുന്തറയിലെ വീട് മനോഭവനം ഭവനത്തിന് മുമ്പിൽ നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ ഇപ്പോൾ ആളുകൾ പൂർണ്ണമായി ആളുകൾക്ക് കാണാൻ അവസരമില്ല. ആളുകൾക്ക് നിരുത്തി കൊടുത്താൽ ജന്മനാട് അന്ത്യയാത്രയ്ക്ക് അന്ത്യയാത്ര നൽകുകയാണ്, അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ മകനോട് കേരളം തന്നെ മാപ്പ് ചോദിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടൊക്കെയോ അനാസ്ഥ മൂലം ജീവൻ നഷ്ടപ്പെട്ട ഒരു പ്രായക്കാരൻ ഇപ്പോൾ ആ വീടിന്റെ മുമ്പിലെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് കാണുമ്പോൾ ബന്ധുക്കൾ ഇതിന്റെ ജീവിതത്തിന്റെ അടുത്ത് നിന്ന് പൊട്ടിക്കരയും കാണുമ്പോൾ കുളുന്തറയിലെ വീട്ടിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറമുള്ള ഒരു കാഴ്ചയാണ്. ഇനി ആ ബന്ധുക്കൾ മാത്രമാണ് അടുത്തുള്ളത്. ഇപ്പം സംസ്കാര ചടങ്ങുകൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് മതപരമായ ചടങ്ങുകൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മറ്റ് ആളുകൾക്ക് കാണാനുള്ള അവസരം കഴിഞ്ഞിരിക്കുന്നു. കാരണം പൂർണ്ണമായി ഇവിടെ എത്തിയിരുന്ന ആളുകളെല്ലാം കാണാൻ അവസരം കൊടുത്ത ശേഷമാണ് ഇപ്പോൾ അതിന്റെ ചടങ്ങുകളിലേക്ക് കടക്കുന്നത്. അത് മതപരമായ ചടങ്ങുകളാണ്, അതിലേക്ക് കടക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ധാരാളം ആളുകൾ മോർച്ചറിയിലും പിന്നീട് സ്കൂളിലും പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതിന്റെ ജന്മനാട് കുളുന്തറയിലെ വീട്ടിൽ വളപ്പിലുമൊക്കെ എത്തി അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന്റെ അടുത്തേക്ക് എത്തുന്ന അമ്മ അന്ത്യവിചുംബനം നൽകുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അമ്മയാണ് കരഞ്ഞുകൊണ്ട് എല്ലാം പ്രിയപ്പെട്ട മകൻ ഏറെ സ്വപ്നങ്ങളുമായി മകനും പരസ്പരം സ്വപ്നങ്ങളും ദുഃഖങ്ങളും പങ്കിട്ട അമ്മ ഇപ്പോഴത്തെ അമ്മയച്ഛനും മകന് അന്ത്യചുംബനം നൽകുന്നതിന്റെ ാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അവർ നൽകുകയാണ്. ഇനി ഇല്ല എന്ന യാഥാർത്ഥ്യം ഇപ്പോഴും ഒരു പക്ഷേ അമ്മ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന സംശയമാണ്. രാവിലെ നമ്മൾ കണ്ടതാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങിയ ശേഷം അവിടുന്ന് വീട്ടിലെ പുറത്തേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു കാഴ്ച. അതിനുശേഷം വീട്ടിലേക്ക് എത്തുമ്പോൾ നടന്നെത്തുമ്പോൾ എന്റെ മകന്റെ വേദനയേറ്റ ശരീരം വീടിന്റെ മുൻവശത്ത് ഒരമ്മയും ഒരിക്കലും ആഗ്രഹിക്കാത്ത കാഴ്ച, ഒരിക്കലും ചിന്തിക്കാത്ത കാഴ്ച ആ അമ്മയ്ക്കും അമ്മയ്ക്കും കാണേണ്ട വന്നു. ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ അമ്മയും അച്ഛനും അമ്മയ്ക്കിനെ ചുംബനം നൽകുകയാണ്. അവരുടെ പ്രധാനമായി ചുംബനം നൽകുന്ന കാഴ്ചയാണ്. ഇതിലേക്ക് എങ്ങനെ വിരിക്കണമെന്ന് നമുക്കറിയില്ല. വാക്കുകൾക്ക് അതീതമായ വസ്തുവും വാക്കുകൾക്ക് അതീതമായ സാഹചര്യത്തിലൂടെയാണ് നാം എല്ലാം കടന്നു പോകുന്നത്. 13-കാരൻ അവൻ്റെ വിടവാങ്ങൽ അല്ലെങ്കിൽ അവൻ്റെ മരണം ഒരു നാടിനെ ഒന്നാകെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്.